മഴയായിരുന്നു. ആ മഴ പെയ്ത് കഴിഞ്ഞ് രാത്രിക്കൊന്ന് ഇറങ്ങി എണീറ്റ് നോക്കുമ്പോഴത്തേക്കിന് റോഡിലും പെരയുടെ മുറ്റത്തും മുഴുവൻ വെള്ളം കെട്ടി കിടക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ആശങ്ക ഉണ്ടായിട്ട് നമ്മളന്നേരം തന്നെ ഉള്ള നമ്പറിലും അയൽവക്കത്തുള്ള കൂട്ടുകാരെ എല്ലാം വിളിച്ച് എണീപ്പിച്ച് എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കാനെല്ലാം പറഞ്ഞ് എല്ലാവരും വിളിച്ചെണീപ്പിച്ച് വിളിച്ചിട്ട് ഫോണിൽ കിട്ടാത്ത ആൾക്കാരെയൊക്കെ വീട്ടിൽ ചെന്ന് ബെല്ലടിച്ച് വിളിച്ചെണീപ്പിച്ച് നമ്മൾ എല്ലാവരെയൊക്കെ ഇൻഫർമേഷൻ കൊടുത്ത് എല്ലാം പറഞ്ഞ് എല്ലാവരും ജാഗ്രതയോടെയൊക്കെ ഇരുന്നു. എന്തായാലും വലിയ അനിഷ്ട സംഭവമൊന്നും ഉണ്ടായില്ല. പെരയ്ക്കകത്തൊക്കെ വെള്ളം കയറിയെങ്കിൽ പോലും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടില്ല. ഇവിടെ 1-2 വീടുകളിൽ മാത്രമേ പെരയ്ക്കകത്ത് വെള്ളം കയറ്റിയിട്ട് ബെഡും മറ്റു കാര്യങ്ങളും ഒക്കെ നനഞ്ഞു പോയിട്ടുള്ളൂ. അത് വലിയൊരു അനിഷ്ട സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ ആഷിഖെ, ആ പ്രദേശം എങ്ങനെയാണ്? ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരുപാട് വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടില്ല എന്നുള്ളൊരു ആശ്വാസ വാക്കുകളാണ് അയാൾ പറയുന്നത്. പക്ഷേ ചില വീടുകളിൽ കയറുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരുപാട് വീടുകളുള്ള പ്രദേശമാണോ? ഇപ്പൊ ഈ പ്രതികരണം വരുന്ന പ്രദേശത്ത് അധികം വീടുകൾ വെള്ളം കയറിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ നിരവധി വീടുകളുള്ള പ്രദേശത്താണ് ഉരുൾ പൊട്ടിയിട്ടുള്ളത്. ഏതാനും വീടുകളിലേക്ക് മണ്ണും കല്ലുമായിട്ടുള്ള വസ്തുവകകൾ കയറിപ്പോയിട്ടുണ്ട്. ഉരുൾപൊട്ടലിന്റെ ഭാഗമായിട്ട് എത്തിയിട്ടുണ്ട്. പക്ഷെ ഒന്നും തന്നെ അങ്ങനെ വലിയ നാശനഷ്ടം, വലിയ തോതിലുള്ള ഒരു ഉരുൾപൊട്ടൽ എന്ന് പറയാൻ കഴിയില്ല. വലിയ ഒരു ഭൂപ്രദേശം ഒലിച്ചു പോയിട്ടുണ്ട്. വീടുകളിലേക്ക് മണ്ണും കല്ലും അടക്കമുള്ളവ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് മാറ്റി വെച്ചാൽ വലിയൊരു ദുരന്തം എന്നതിൽ എടുത്തു പറയേണ്ട അവസ്ഥ നിലവിലില്ല. പക്ഷെ ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നു എന്നുള്ളത്. കട്ടപ്പനയ്ക്ക് സമയം വീറ്റിപ്പടിയിലാണ് ഉരുൾപൊട്ടിയിട്ടുള്ളത്. അതേസമയം തൊട്ടടുത്തുള്ള തൂവൽ അരുവി വ്യൂ പോയിന്റിൽ സ്ഥാപിച്ചിരിക്കുന്ന നടപ്പാലത്തിന് മുകളിലൂടെ മലവെള്ളം കയറി പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും അവിടുന്ന് വെള്ളം മാറിയിട്ടില്ല. കട്ടപ്പന വെട്ടിക്കുഴ കവലയിൽ വെള്ളിയാങ്കുടി റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. കട്ടപ്പനയിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ വരുന്നത്. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉരുൾപൊട്ടൽ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആളുകൾ വലിയ ജാഗ്രത പുലർത്തിയിരുന്നതിനാൽ തന്നെ വലിയ അപകടം ഒഴിവായിട്ടുണ്ട്. എല്ലാവരും തന്നെ അലേർട്ടായിരുന്നു. ഈ നിലയിൽ ഒരു അപകടം ഉണ്ടായേക്കാം എന്നുള്ള സാഹചര്യം ഉണ്ടായതിനു മുമ്പ് തന്നെ വീറ്റിപ്പടിയിൽ ഉരുൾപൊട്ടൽ അപകടം ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രത ആ പ്രദേശത്തുള്ള ആളുകൾ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് നൗഫൽ. യെസ്, ഇപ്പോൾ നഗരസഭ അധികൃതരൊക്കെ പ്രദേശത്ത് എത്തി എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ നടപടികൾ അവിടെ നടക്കുന്നു? പ്രാഥമികമായും അപകടാവസ്ഥയിലോ മറ്റോ ഉള്ള വീടുകളിൽ നിന്നുള്ള ആളുകളെ മാറ്റി താമസിപ്പിക്കാനുള്ള നടപടികളാണ് ഈ ഘട്ടത്തിൽ കട്ടപ്പന നഗരസഭ അധികൃതരുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നത്. അവിടെ മാറ്റി താമസിപ്പിച്ചതിന് ശേഷം വീടുകളിലേക്ക് എത്തിയിട്ടുള്ള അതിലേക്ക് വരാം. എന്തായാലും അവിടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നേരെ